ട്രിപ്പിൾ ഓം ശാന്തി. ഇത് തുളസി. ഇതിപ്പോ ആയുർവേദത്തിലായാലും ശരി, അലോപ്പതിയിലായാലും ശരി, നാച്ചുറോപ്പതിയിലായാലും ശരി, ഇതിനൊരു മോശം പറയില്ല. ഇത് നാച്ചുറോപ്പതി അത്ര തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇയാള് ഔഷധോപരിയുള്ള സാധനം വീട്ടിലുണ്ടെങ്കിൽ വെറുതെ എടുക്കുക, ഒരതളോ അല്ലെങ്കിൽ 2 അതളോ എടുക്കുക, കഴുകിയിട്ടൊക്കെ കഴിക്കുന്നല്ല കേട്ടോ. ഞാൻ അത് കഴുകിയില്ല, പക്ഷെ വൃത്തിയുള്ള സ്ഥലത്താണ്. പിന്നെ 16 കല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോണത് കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ വേണ്ടത്. 16 കല എന്ന് പറഞ്ഞാൽ 16 എപ്പിസോഡൊന്നും മതിയാവില്ല. ഒരു 16,000 എപ്പിസോഡ് ഉണ്ടെങ്കിൽ തീരുമില്ല. പക്ഷെ അത്രയൊന്നും പറയാനും പറ്റൂല. 16 കലയിൽ പല കാര്യം പറഞ്ഞു. ഒന്ന് ആദ്യത്തെ ഞാൻ പറഞ്ഞു സർവ്വരെയും മിത്രമാക്കാനുള്ള കല. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്ന ഒരു സാധനം ഉണ്ട് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരോഗ്യ കല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം നോക്കുന്ന ഒരു കല. പിന്നെ വേറെ കുറെ കലകളുണ്ട് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് ഞാൻ നല്ലൊരു ഡോക്ടറെ അടുത്താണ് എത്തിയിട്ടുള്ളത്. കുറെ കാലങ്ങളായിട്ട് ഞാൻ പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി ചികിത്സയിലേക്ക് നമ്മൾ എത്താൻ കാരണം തന്നെ നമ്മുടെ ഒരു കുടുംബക്കാരൻ ഡോക്ടറാണ്. അതുകൊണ്ട് എത്തിയതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ക്യാൻസറായി. അനുഭവമാണല്ലോ. അച്ഛന് ക്യാൻസറായി. നമ്മുടെ അടുത്ത് കുറച്ച് സാമ്പത്തിക കുറവുണ്ട്. പക്ഷെ ഗവൺമെന്റ് കാരുണ്യഹസ്ത വഴി സഹായം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്തിട്ടും പൈസ ഏകദേശം കുറച്ച് പാസ്സായി. ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ കീമോതെറാപ്പി, അതായത് ഇതിന്റെ റേഡിയേഷനും കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ കൊണ്ടാവണതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ആരോഗ്യമില്ല. അതാണ് അച്ഛനോട് പറഞ്ഞത്. അച്ഛനോട് നേരിട്ട് പറഞ്ഞ ഡോക്ടർ. പക്ഷെ അതാ പറഞ്ഞ സ്റ്റൈല് മൂപ്പർക്ക് അത്ര ഇഷ്ടമായില്ല. അത് അച്ഛൻ തന്നെ കുറച്ച് ദേഷ്യത്തോടെ എന്ത് ഡോക്ടറാണത് എങ്ങനെ പറയണമെന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവരങ്ങോട്ട് കൈയൊഴിഞ്ഞു. ആര് നൈസായിട്ട് കൈയൊഴിഞ്ഞു എന്നറിയില്ലേ, അലോപ്പതിക്കാർ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഗവൺമെന്റ് പറഞ്ഞാൽ അർദ്ധ സർക്കാർ ഹോസ്പിറ്റൽ. എന്നിട്ട് അവരെന്ത് ചെയ്തു, നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക്, അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ലെറ്ററൊക്കെ തന്നു വിട്ടു. പക്ഷെ ഞങ്ങൾ വീട്ടുകാരെല്ലാരും കൂടെ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഞങ്ങൾ കുറെ സജഷൻ കൊടുത്ത അവസാനം പ്രകൃതി ചികിത്സയെ കിടന്നു. 5-6 മാസം ആള് ഒരുവിധം ഉഷാറിൽ പോയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് ആ പ്രകൃതി ചികിത്സയിൽ എന്താ പറയാ തുടരാൻ മറ്റുള്ളവർ അതേപോലെ അദ്ദേഹവും എല്ലാരും കൂടെ വിസമ്മതിച്ചപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട്. പിന്നെ അവിടുന്ന് 3-ാമത്തെ ദിവസം ആള് ശരീരം വെടിഞ്ഞു. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ആരോഗ്യം ഒരു കലയാണ്. അതൊരു കല തന്നെയാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ നോക്കണം. അവസാനത്തിൽ ക്യാൻസർ വരുമ്പോൾ മാത്രം ചികിത്സിക്കാനുള്ളതല്ല. ചെറുപ്പത്തിൽ എങ്ങനെയാണോ നമുക്ക് ഇതിന് ആരോഗ്യത്തോടെ കിട്ടിയിട്ടുള്ളത് അവിടുന്ന് തുടങ്ങണം. ഇനി ഞാൻ ആത്മാവാണ്, അതിന് ഒരിക്കലും നാശമില്ല. പക്ഷെ എൻ്റെ ഈ ശരീരം, അതാണ് സ്വത്ത്. ഈ സ്വത്ത് എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം നമ്മൾ ഇതിന് കെയർ ചെയ്ത് കൊണ്ടുനടക്കുക. എങ്ങനെ? ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ഓരോരുത്തരുടെ ശരീരവും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തം എന്നതുപോലെ തന്നെ സ്ട്രക്ചറലി, അതേപോലെ അവരുടെ ഒരു ഓറ, പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അത് പഠിച്ചിട്ട് അവനവന്റെ ശരീരം അവനവൻ പഠിച്ചിട്ട് അവനവനെ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ. അതാണ് ശരിക്കും ചികിത്സ. അതായത് നമ്മൾ തന്നെ വേണം നമ്മുടെ ശരീരത്തിനെ പഠിക്കാൻ. എന്നിട്ട് നമ്മൾ വേണം അത് മനസ്സിലാക്കാൻ. എന്നിട്ട് നമ്മൾ വേണം അതിനനുസൃതമായ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ. അങ്ങനെ ചികിത്സിച്ചാൽ അതാത് വ്യക്തികൾക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ട പോലും വരില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, ഡോക്ടറെ എനിക്കൊരു പനി വന്നല്ലോ. ഓ അതിനെന്താ, ഒരു തുളസി ഇല കഴിക്കൂ, റെസ്റ്റ് എടുക്കൂ, ആവി പിടിക്കൂ, മാറും. അല്ലാതെ പോയി നേരെ ഗ്ലൂക്കോസ് കയറ്റി കടത്തി 2 മണിക്കൂർ കിടത്തി പിന്നെ അവിടെ പോയാൽ ഈ കിടത്തൽ തന്നെയാണ്. അലോപ്പതിയിൽ ഇപ്പൊ എന്താ ചെയ്യുന്നു? കടത്തണം. വീട്ടിലെന്താ ചെയ്യണ്? കടത്തണം. വീട്ടിൽ കിടത്തണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ബോഡി വീട്ടിലാ കടത്തണം.
ട്രിപ്പിൾ ഓം ശാന്തി.